എന്തായാലും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വരുമോ? വരാൻ സാധ്യതയുണ്ടല്ലേ. ഈ വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വരും. തിരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ ചിത്രം മാറുകയും ചെയ്യും. പക്ഷെ കോൺഗ്രസ് കുറച്ചുകൂടി പുള്ളിയെ പ്രയോജനപ്പെടുത്തണമായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു കഴിവൊക്കെയുള്ള ആളല്ലേ. ഇതിനകത്ത് ഇനി MP ആയിട്ട് നിൽക്കാൻ ഒരു സാച്ചുറേഷൻ വരും. അപ്പോൾ അതിന് ലൈഫ് കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവട്ടെ. ഞാൻ ഏതെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി മതി, ഒരാൾ തന്നെ മുഖ്യമന്ത്രി എന്ന് മറ്റൊരാൾ പറയുന്നുണ്ടോ? എന്താ പറയാത്തെ? അപ്പോൾ ആർക്കും അധികാരമോഹം ഇല്ലാത്ത? നമസ്കാരം. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശ്രീ ശശി തരൂർ MP തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു കോൺഗ്രസിൽ നിന്ന് എല്ലാം നേടിയെടുത്ത വ്യക്തിയാണ് ശശി തരൂർ എന്നാണ്. എന്തായാലും നിലവിൽ ഉപരാഷ്ട്രപതിയായി ശശി തരൂർ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. നിലവിലുള്ള ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുകയാണ്. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് രാജിവെച്ചത് എന്ന് പറയുന്നു. ഈ ശശി തരൂർ, കോൺഗ്രസ് നേതാവായ ശശി തരൂർ, MP കൂടിയായ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. എന്താണ് താങ്കളുടെ വിശദീകരണം, പ്രതീക്ഷ? ശശി തരൂർ അതിന് ആപ്റ്റായ കക്ഷിയാണ്. പോസ്റ്റിന് പറ്റിയ ആളാണ്. കാര്യം ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ആവാൻ യോഗ്യതയുള്ള ആളാണ്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവിടെ സെക്രട്ടറി ജനറൽ ആവാൻ മത്സരിച്ച് തോറ്റ ആളാണ്. അപ്പോൾ ഈസ് കേപ്പബിൾ, അങ്ങനെ കഴിവുള്ള ആളാണ്. പിന്നെ 4 പ്രാവശ്യം പാർലമെൻറ്റേറിയനായിരുന്നു. ഇപ്പോഴും MP ആണ്. അപ്പോൾ അതിനുള്ള കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJP എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പാർട്ടിയാണ്. വാജ്പേയി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ RSS സംഘി ചാണകം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും, അത് വേറെ വിഷയം. പക്ഷേ എങ്കിലും പിന്നെ വളരെ കൃത്യമായി RSSൻ്റെയും കൂടി സഹായത്തോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശത്തോടുകൂടിയാണ് APJ അബ്ദുൽ കലാം സാറിനെ പ്രസിഡൻ്റാക്കുന്നത്. അതുപോലെ മുർമുവിനെ പ്രസിഡൻ്റാക്കി, ഗോവിന്ദനെ പ്രസിഡൻ്റാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആപ്പാടെ BJP കിട്ടിയത് 3 പ്രാവശ്യമാണ്. ഈ 3 പ്രാവശ്യം ആരെയാക്കി? അതേസമയം ഇപ്പം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ഒരു KR നാരായണൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും, പിന്നെ KR നാരായണൻ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ പോയി പഠിച്ച അത് വേറൊരു ആളാണ്. ലണ്ടനിലൊക്കെ പോയി സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പോയി പഠിച്ച ആളാണ്. കോൺഗ്രസ് ഒന്നും പോലും ചെയ്തിട്ടില്ല. അപ്പം 3 പ്രാവശ്യം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അബ്ദുള്ളക്കുട്ടിയെ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി, അൽഫോൺസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി, ഇപ്പോൾ അനൂപ് ആൻ്റണിയെ കേരളത്തിൽ ജനറൽ സെക്രട്ടറി ആക്കി. അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. അപ്പം ശശി തരൂർ അനർഹനാണ്. ഇപ്പം മോഡിയോടൊരു ഭക്തിയുണ്ട്, രാഷ്ട്രത്തോട് സേവനമുണ്ട്. ഞാൻ പറയുന്ന അദ്ദേഹം ഈ കോൺഗ്രസ്സിനകത്ത് നിന്നും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് പോയി എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യട്ടെ. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ പ്രസിഡൻ്റായിരുന്നിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് ചെയ്യട്ടെ. പിന്നെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഗവർണറാകാം, അല്ലെങ്കിൽ മറ്റേ വിദേശ രാജ്യങ്ങളുടെ G20 രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് പോകുന്ന അതും വലിയ പോസ്റ്റാണ്. അപ്പോൾ അതേതെങ്കിലും പോസ്റ്റിലേക്ക് ശശി തരൂർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പുള്ളിയെ പുറത്താക്കിയാൽ പുള്ളിക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും. കുറച്ചുകൂടെ അവിടെ വെയിറ്റ് കിട്ടും അപ്പുറത്ത്. എന്നെ പുറത്താക്കിയിട്ട് ഞാൻ വരുന്നു. അതുകൊണ്ടാണ് പുള്ളി മറ്റത് കാല് മാറി രാജിവെച്ചു എന്നൊക്കെ ഉള്ളൊരു പേരിലേക്ക് പോകില്ലേ. അതുകൊണ്ടാണ് പുള്ളി നിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വരുമോ? വരാൻ സാധ്യതയുണ്ടല്ലേ. ഈ വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വരും. തിരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ ചിത്രം മാറുകയും ചെയ്യും. 16,000 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചത്. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ 16,000 വോട്ടിൻ്റെ അതുവരെ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ രംഗമല്ലേ, എന്തായാലും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം ശശി തരൂരും അങ്ങനെ തന്നെ മനസ്സ് തുറക്കണം. അല്ലെങ്കിൽ ശശി തരൂർ എന്ത് ചെയ്യാനായിരുന്നു? ഇപ്പം മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ബഹളം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ശശി തരൂർ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമായിരുന്നു അകത്ത് നിൽക്കുമെങ്കിൽ. ഇത് പുള്ളി തിരിച്ചടിച്ചില്ല എന്നുള്ള വളരെ സൈലൻ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇനി കോൺട്രവേഴ്സികളിലില്ല എന്നുള്ളതായിരിക്കും പുള്ളിയുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് ചിലപ്പം വൈസ് പ്രസിഡന്റ് ആവാൻ. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ JP നദ്ദ പീരീഡ് കഴിഞ്ഞല്ലോ. അപ്പോൾ ആഗസ്റ്റ് 15ഓടുകൂടി അത് വരുമെന്ന് പറയുന്നു. പിന്നെ നാഷണൽ ജനറൽ സെക്രട്ടറിമാർ വരുമെന്ന് പറയുന്നു. അതിൽ അണ്ണാമലയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള. അതോടനുബന്ധിച്ച് ഇത് വരുമായിരിക്കും. കാരണം പിന്നെ ഗവർണർമാരെയൊക്കെ ഇപ്പോൾ മാറ്റിയല്ലോ. അപ്പോൾ എന്തായാലും BJPക്കകത്ത് ഇത് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും വൈസ് പ്രസിഡന്റ് ആവാനുള്ള എല്ലാ സാധ്യതയാണ് കാണുന്നത്. പിന്നെ ശ്രീധരൻപിള്ളയുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ പേരും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പഴയ ഗവർണർ, ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേരും കറങ്ങുന്നുണ്ട്. എന്തായാലും 3 മലയാളിക്ക് സന്തോഷിക്കാം. നമ്മളിവിടെ ഉണ്ടായിരുന്ന ആളുകളും ഇവിടെ ഉള്ള ആളുകളും എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതൊരു ആദ്യത്തെ സംഭവമല്ലേ. കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു വൈസ് പ്രസിഡന്റ് കിട്ടുക, പ്രസിഡന്റ് കിട്ടുകയായിരുന്നാലാണ്, എന്നാലും വൈസ് പ്രസിഡന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. എന്തായാലും ചിലപ്പോൾ ആയിക്കൂടാന്നില്ല. ആവട്ടെ, ആളുകൾ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് വന്ന് എല്ലാം നേടിയില്ലെന്ന് ചോദിച്ചാൽ 4 പ്രാവശ്യം MP ആയി. പിന്നെ പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോഴും പുള്ളിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് പല വിഷയങ്ങളിൽപ്പെട്ട് വേറെ വിഷയങ്ങളിൽപ്പെട്ട് വീണുപോയി. പക്ഷേ കോൺഗ്രസ് കുറച്ചുകൂടി പുള്ളിയെ പ്രയോജനപ്പെടുത്തണമായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു കഴിവൊക്കെയുള്ള ആളല്ലേ.
അപ്പോൾ അതും അവിടെ നടന്നില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് എല്ലാം നേടിയെടുത്തിട്ടാണ്, ഈ പാർട്ടിയിൽ നിന്നും എല്ലാം നേടിയെടുത്തിട്ടും ഇങ്ങനെ മോദി ഭക്തി പാടുണ്ടോ എന്നുള്ള ചോദ്യം. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം AICC പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് തോക്കുമ്പോൾ എന്ത് ചെയ്യണം? AICCയുടെ വൈസ് പ്രസിഡൻറ്റോ ആ രീതിയിലൊക്കെ വലിയൊരു പൊസിഷന് കൊടുക്കണ്ടേ? അപ്പോൾ അതൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇത് 2 സ്ട്രീമാണുള്ളത്. ഒന്ന് ഈ പരമ്പരാഗത ആളുകൾ വരുന്നൊരു സ്ട്രീമുണ്ട്, പിന്നെ ഇതുപോലെ വരുന്ന അക്കാഡമിഷ്യന്മാർ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ. ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയരുത്, കാരണം അവർ വേറെ മേഖലയിൽ നിന്ന് വരുന്നതല്ലേ, ഒരു എക്സ്പീരിയൻസ്ഡ് മേഖലയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ നമ്മളൊരു എല്ലാവരും ഇപ്പോൾ ഉദാഹരണം നമ്മൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണെന്ന് ബഹളം ഉണ്ടാക്കാതെ ആരെങ്കിലും ഒരാൾ സ്ലോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയേനെ. ഇപ്രാവശ്യം ഇനിയിപ്പോൾ വരാൻ കിടക്കുകയാണ്, എല്ലാവരും കൂടെ തമ്മിലടിക്കുകയാണ്. മുഖ്യമന്ത്രി ആവാൻ എല്ലാവരും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആവാനും യോഗ്യനാണ് ശശി തരൂരിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനും യോഗ്യനാണ്. പിന്നെ നാഷണൽ ലെവലിലും അദ്ദേഹം നല്ല യോഗ്യനാണ്. പ്രസിഡൻ്റായിട്ട് മത്സരിച്ച ആളൊക്കെ അല്ലേ. അപ്പോൾ അത് യോഗ്യതയുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം നേടിയെന്ന് പറയാൻ പറ്റത്തില്ല. അത് എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ പറയുന്നൊരു ശരാശരി ഡയലോഗാണ്. എല്ലാം നേടിയിട്ട് തള്ളിപ്പറയുന്നു. പുള്ളി തള്ളിപ്പറഞ്ഞില്ലല്ലോ. പുള്ളിക്ക് വേറെ അവസരം കിട്ടുമ്പോൾ പുള്ളി പോകുന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇനി MP ആയിട്ട് നിൽക്കാൻ ഒരു സാച്ചുറേഷൻ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവട്ടെ. നമ്മൾ ഈ തിരിച്ച് ചിന്തിച്ചാൽ മതി. സമൂഹത്തിന് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചാൽ മതി. ഒരാൾ പോയതുകൊണ്ട് ഏതെങ്കിലും പാർട്ടി മാറി നിന്നതുകൊണ്ടൊക്കെ നാട്ടിനെന്ത് കിട്ടുമെന്ന് നോക്കിയാൽ മതി. നാട്ടിന് നന്മ കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റത് ആദർശ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ ആരാണ് അധികാര രാഷ്ട്രീയം അല്ലാതെ ഇരിക്കുന്നത്? ഞാൻ ഏതെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി മതി, ഒരാൾ തന്നെ മുഖ്യമന്ത്രി എന്ന് മറ്റൊരാൾ പറയുന്നുണ്ടോ? എന്താ പറയാത്തത്? അപ്പോൾ ആർക്കാ അധികാരമോഹം ഇല്ലാത്ത? അധികാരമോഹം ഇല്ലേ പറയണ്ടേ, ഞങ്ങളെ മുഖ്യമന്ത്രി ഇന്നതാണ്. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. പണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എല്ലാം. അത് കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എല്ലാം. അങ്ങനെയുള്ളൊരു പാർട്ടികളായിരുന്നല്ലോ. ഇപ്പോൾ ആണല്ലോ എല്ലാവരും ഉൾപ്പെടിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് എല്ലാവർക്കും അധികാരമോഹമുണ്ട്. പഞ്ചായത്ത് മെമ്പർ ആവുന്ന മുതൽ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നാൽ വലിയ അധികാരമോഹമാണ്. അതുകൊണ്ട് ആർക്കും ശശി തരൂരിന് എന്ത് പറയാൻ യോഗ്യതയില്ല, കുറ്റം പറയാൻ യോഗ്യതയില്ല. പിന്നെ അപ്പുറത്തോട്ട് പോയി അദ്ദേഹത്തിന് വലിയ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം പോവും. ഇപ്പോൾ പത്മജോമണ് പോലെ പോയി അവരെയും പരിഗണിക്കുന്നു എന്ന് പറയുന്നത് പല പോസ്റ്റുകളിലേക്കും സംഭവിക്കും. അങ്ങനെയാണ്. അത് തെറ്റില്ല. BJPയും തെറ്റ് പറയേണ്ട കാര്യമില്ല. കാരണം അവർ കിട്ടുന്നവർക്ക് പോസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, തള്ളിക്കളയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ പോകുന്നതാണ് നല്ലതെങ്കിൽ പുള്ളി പോട്ടെ. പുള്ളിയുടെ ഡിസിഷനാണ്. നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ പിന്നെ പുള്ളി പോകണമെങ്കിൽ പോട്ടെ, പോയി പുള്ളി നേടി വരട്ടെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തുള്ളൊരു MP വൈസ് പ്രസിഡൻ്റായി, പിന്നെ ഭാവിയിൽ പ്രസിഡൻ്റ് ആയാലോ. അങ്ങനെ ഉണ്ടല്ലോ, വൈസ് പ്രസിഡൻറ്റിന് പ്രസിഡൻറ്റും ആവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവട്ടെ. കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാര്യം എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ കെ സുധാകരനെ മാറ്റി, കെ സുധാകരൻ സംതൃപ്തനായിട്ട് മാറിയതാണോ? ഒരിക്കലും അല്ലല്ലോ. പാർട്ടിക്കകത്ത് അങ്ങനെ തന്നെയാണ്. ഒരാളെ വെട്ടും, ഒരാളെ മാറ്റും, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം അവസരങ്ങളുടെ കല, സാഹചര്യങ്ങളുടെ കല. ഒന്നും എന്തല്ല, രണ്ടല്ല. സതീശൻ പറയുന്നതാണ് കറക്റ്റ്. ഒന്നും രണ്ടുമല്ല, മൂന്നുമല്ല, ഒന്നുമല്ല. അത് മനസ്സിലാക്കിയാണ് രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്.